നമുക്കറിയാം ഇപ്പോൾ സ്മാർട്ട് ഫോണുകളെല്ലാം പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോഞ്ച് പ്രൈസിൽ നിന്നും 5000-10,000 രൂപയൊക്കെയാണ് മിക്ക ഫോണുകളുടെയും വില പിന്നീട് കൂടുന്നത്. എന്നാൽ ലോഞ്ച് പ്രൈസിൽ നിന്ന് വില കുറഞ്ഞ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല സ്മാർട്ട് ഫോൺ, അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 35,000 രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ഫോണാണിത്. അതിന്റെ പ്രൈസ് പിന്നീട് 40,000-ലേക്ക് ഉയർന്നു. പിന്നീട് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ആയിട്ടുള്ള 26,749 കുറഞ്ഞു വന്നു. ഇപ്പോൾ 29,499 ആയി. പിന്നീട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് 30,499 രൂപയായി. എന്നാലും നോക്കിയേ, 35,000 നിന്ന് 40,000 എത്തിയ ഒരു ഫോൺ ഇപ്പോൾ 30,000 രൂപയ്ക്ക്, 40,000 നിന്നും 10,000 രൂപയോളം കുറച്ചാണ് ഈ ഒരു ഫോൺ വിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണാണ് ഇന്ന് വിട്ട് കളയരുത് ഈ സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഈ ഒരു ഫോൺ ഈ പ്രൈസ് റേഞ്ചിൽ ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോൺ ഏതാണെന്നല്ലേ? യെസ്, ഒരു വർഷം മുമ്പ് പുറത്തിറങ്ങിയ റിയൽമിയുടെ റിയൽമി GT7T എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണിത്. ഏകദേശം ഒരു വർഷമായി ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയിട്ട്. പക്ഷേ ഇപ്പോഴും ഈ ഒരു ഫോൺ അണ്ടർ 30,000 ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ, അണ്ടർ 30,000 എന്ന് പറയാൻ പറ്റത്തില്ല, 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ നിലകൊള്ളുന്നു എന്ന് വേണം പറയാം. കാരണം ഈ പറഞ്ഞ 26,749 രൂപ വരെ വില കുറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ 30,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും. 3 കളറിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. ഈ ഒരു സ്പെഷ്യൽ കളർ കൂടാതെ ഒരു ബ്ലാക്ക് കളർ വേരിയന്റ് ഉണ്ട്, ഒരു ലൈറ്റ് ബ്ലൂ കളർ വേരിയന്റ് ഉണ്ട്. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ വേരിയന്റ് ആണ്. ഇതെന്ന് പറയുന്നത് വീഗൻ ലെതർ ഫിനിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ മറ്റ് 2 കളർ വേരിയന്റ് ഫോണുകളുടെയും ബാക്ക് എന്ന് പറയുന്നത് ഗ്ലാസ് ബോഡിയാണ്. ഇതിന്റെ ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത്. തിക്നെസ്സിനെ പറ്റി പറഞ്ഞാൽ വെറും എന്ന് പറയാൻ പറ്റില്ല, 8.25 മില്ലിമീറ്റർ തിക്നെസ് ഉണ്ട്. അതുപോലെ വെയിറ്റ് വന്നിട്ട് 202 ഗ്രാം. ഓവർ വെയിറ്റ് എന്നൊന്നും പറയുന്നില്ല, കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ ഓക്കെ ആയിട്ട് തോന്നും. ഈ ഒരു വീഗൻ ലെതർ ഫിനിഷ് ഫോൺ എടുത്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് ഒന്നും പതിയുകയില്ല. ഈ ഒരു ഫോണിന്റെ ഇൻഹാൻഡ് ഫീലൊക്കെ അടിപൊളിയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ ഈ ബട്ടണൊക്കെ കണ്ടില്ലേ, നല്ല സ്റ്റേഡി ഫിനിഷാണ്, മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ ചാർജർ കൊടുത്തിട്ടുണ്ട്. അത് വെറും ചാർജർ അല്ല, 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ 6.8 ഇഞ്ചിന്റെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കർവ്ഡ് അല്ല. ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഫ്ലാറ്റ്. ഈ ഒരു ഫോൺ ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്കൊന്ന് ആ ബെസൽ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ഫ്ലാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ AMOLED ഡിസ്പ്ലേ ആണ്, ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. മാത്രമല്ല 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനുണ്ട്. അതുപോലെ തന്നെ HDR10+ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ഡോൾബി വിഷന്റെ സപ്പോർട്ടും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് റിയൽമി കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ കണ്ടില്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഫോണിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റുള്ള ബെസലൊക്കെ നോക്കി വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്ന് പറയേണ്ടി വരും. യൂട്യൂബിലൊക്കെ നമുക്ക് ഇതുപോലെ HDR വീഡിയോകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മൂവി വാച്ചിങ് ഒക്കെ ഈ ഒരു ഫോണിനകത്ത് അടിപൊളിയാണ്. 6000 നിറ്റ്സ് ഒക്കെയാണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. നോർമൽ ബ്രൈറ്റ്നസ് മുകളിൽ തന്നെ 1800 നിറ്റ്സ് വരെ ഇതിന്റെ ബ്രൈറ്റ്നസ് ഉയരും. നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ. അതുപോലെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഒക്കെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല ചാർജർ ബോക്സിൽ കൊടുക്കുന്നത് പോലെ തന്നെ ഫോണിന്റെ കേസും ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ MediaTekന്റെ Dimensity 8400 Max എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പായത്. പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് വേണം പറയാം. നമ്മളിവിടെ AnTuTu സ്കോർ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 1.5 മില്യൺ AnTuTu സ്കോർ ആണ് ഈ ഒരു ഫോണിന് വന്നിരിക്കുന്നത്. ത്രോട്ടിംഗ് റിസൾട്ട് വന്നിട്ട് 68% ആണ്. ഇതേ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ചെറുതായിട്ട് ത്രോട്ടിൽ ചെയ്യുന്നുണ്ട്. ഫോണിന്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഓക്കെ ആണ്, ഒരു ഭയങ്കര സംഭവമല്ല. ക്യാമറയുടെ സ്പെക്ക് പറഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 8 മെഗാ പിക്സൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു 4K റെസൊല്യൂഷൻ സപ്പോർട്ട് നമുക്ക് ആ വൈഡ് ആംഗിൾ കിട്ടാത്തത്. സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോളായിട്ട് 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, സെൽഫി ക്യാമറയിൽ പോലും 4K 60 FPS ഉണ്ട്. അതുപോലെ തന്നെ ഫോണിന്റെ ബാക്ക് ക്യാമറയിലും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ബാക്ക് ക്യാമറയിൽ ഇതുപോലെ മാക്സിമം നമുക്ക് 4K 60 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ വൈഡ് ആംഗിളിൽ നോക്കിയാൽ നമുക്ക് മാക്സിമം ഇതുപോലെ ഫുൾ HD 30 FPS വീഡിയോകളെ ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4K ഇല്ല, അതുപോലെ ഫുൾ HD 60 FPS പോലും ഇല്ല. ഇതിന്റെ ഫോട്ടോ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ നിരവധി ഫോട്ടോകൾ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു നോക്കി. അടിപൊളി ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, അല്പം കോൺട്രാസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ സെൽഫി എടുക്കുമ്പോൾ സെൽഫിയിൽ കുറച്ച് സ്കിൻ വെളുപ്പിക്കൽ പരിപാടി ചെറുതായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് തന്നെയുള്ള HDR എഫക്റ്റ് അത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ലോ ലൈറ്റിലൊക്കെ കിടിലൻ ഫോട്ടോ തന്നെ തരുന്നുണ്ട്, നല്ല സെൽഫിയാണ് തരുന്നത്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയും മനോഹരമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അത് ഈവൻ സെൽഫി ക്യാമറയിൽ പോലും ആ ഒരു HDR എഫക്റ്റ് നല്ല രീതിയിൽ, ഈ ഒരു ക്ലൗഡൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയായിട്ട് ക്ലൗഡെല്ലാം നല്ല ആ ക്ലൗഡിനകത്തുള്ള കളർ വേരിയേഷൻ പോലും, അതായത് ബ്ലാക്ക് വൈറ്റ് വേരിയേഷൻ ഒക്കെ നല്ല പ്രോപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട് സെൽഫി ക്യാമറയിൽ പോലും. ആ ഒരു HDR എഫക്റ്റ് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. ഈ പ്രൈസ് പോയിന്റിൽ ഒരുവിധം നല്ല ക്യാമറ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോണിനകത്ത് ബ്ലോട്ട് വൈസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ റിയൽമി ഫോണിനകത്തുള്ള അത്രയും ബ്ലോട്ട് വൈസുകളൊന്നുമില്ല. ഇത് ഞാൻ കണ്ടത് ഏകദേശം ഇത്രയും ബ്ലോട്ട് വൈസാണ്, ഒരു 5 എണ്ണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനകത്ത് ഈ പറഞ്ഞ സ്നാപ്ചാറ്റ്, അതുപോലെ ഫോൺ പേ, ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇത്രയും ആപ്പാണ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. അല്ലാതെ ചവർ ഗെയിമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിനകത്ത് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നില്ല.
നല്ല സ്റ്റീരിയോ സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. സ്റ്റീരിയോ ആണ്, അടിപൊളി ക്വാളിറ്റിയാണ്, നല്ല അടിപൊളി ക്വാളിറ്റി. ഒരു ഭയങ്കര ലൗഡല്ല, പക്ഷേ ക്വാളിറ്റി സൂപ്പർ. ഫിംഗർ പ്രിന്റ് ഇതുപോലെ ഇൻ ഡിസ്പ്ലേയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിന്റെ പൊസിഷൻ കുറച്ച് താഴെയാണ്. ഈ പ്രൈസ് പോയിന്റിൽ നമ്മൾ അതേ പ്രതീക്ഷിക്കാവും, അല്ലാതെ ഈ ഒരു ഭാഗത്തൊന്നും ഈ പ്രൈസ് പോയിന്റിലെ ഫോണുകൾ അങ്ങനെ ഫിംഗർ പ്രിന്റ് കാണാറില്ല. റിയൽമി ഫോണാണ്, കോൾ റെക്കോർഡിംഗ് ഉണ്ട്, NFC ഉണ്ട്, IP റേറ്റിംഗ് IP69 ഉണ്ട്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് 4+5 years അപ്ഡേറ്റ് കിട്ടും, അതായത് 4 ആൻഡ്രോയിഡ് അപ്ഡേറ്റ്. നമ്മൾ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ ആൻഡ്രോയിഡ് 15 ആയിരുന്നു, അപ്പോൾ ആൻഡ്രോയിഡ് 19 വരെ പോകും. ഈ ഒരു ഫോൺ ഞാൻ എടുത്തപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നു, ഇപ്പോൾ ആൻഡ്രോയിഡ് 16 അപ്പോൾ ഇനി നമുക്ക് 3+5 years അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 4+5, ഇനി 3+5, കാര്യം 1 year കഴിഞ്ഞാൽ ഇനി 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ ഇനി 4 വർഷം വരെ വേണമെങ്കിലും ഇപ്പോൾ വാങ്ങുന്നവർക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുകയാണെങ്കിൽ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. അത് 120 വാട്ട് റിയൽമി ഈ ഒരു ഫോണിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, മറ്റു ചില ഫോണുകൾ വന്നു. പക്ഷേ ഇപ്പോൾ പല ഫോണുകളിലും ഈ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് അങ്ങനെ വരുന്നില്ല. ഒരു 80 വാട്ട് 90 വാട്ട് ആ ഒരു റേഞ്ച് വരെയൊക്കെ വരുന്നു. പക്ഷേ ഇതിനകത്ത് 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അതുപോലെ തന്നെ 7000 mAh ബാറ്ററി ഉണ്ട്, സെൽഫിയിൽ 4K ഉണ്ട്. അതുപോലെ നമുക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് പോലും 8GB RAM ആണ്, 256GB ഇന്റർണൽ സ്റ്റോറേജ് ആണ്. അതുപോലെ തന്നെ പെർഫോമൻസ് ഒരുവിധം ഓക്കെ ആണ്. IP69 സർട്ടിഫിക്കേഷൻ ഈ ഒരു ഫോണിനകത്തുണ്ട്, NFC ഉണ്ട്. പറയാൻ വിട്ടുപോയ ഒരു സാധനമുണ്ട്, USB സ്റ്റോറേജ് ഓപ്ഷൻ വന്നിട്ട് 4 ആണ്. അതുപോലെ LPDDR5X RAM ആണ്. ഇതെല്ലാം ഈ ഒരു ഫോണിന്റെ നേട്ടങ്ങളാണ്. എന്നാൽ കോട്ടങ്ങൾ വളരെ കുറവാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. ഞാൻ നോക്കിയിട്ട് പ്രധാനമായിട്ടും ഒരു കോട്ടം വേണമെങ്കിൽ പറയാം, അതായത് 30,000 പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിനകത്ത് ടെലിഫോട്ടോ ക്യാമറ ഇല്ല എന്നുള്ളതാണ് ഒരു സിംഗിൾ കോട്ടമായിട്ട് വേണമെങ്കിൽ പറയാവുന്നത്. പക്ഷേ ഇതൊരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോണല്ല, കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഓവറോൾ ഒരു കുറച്ച് ഗെയിമിങ്ങും ഓവറോൾ എക്സ്പീരിയൻസ് ഒക്കെ നൽകുന്ന ഒരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലിഫോട്ടോ ക്യാമറ എന്തായാലും ഇതിനകത്ത് ഇല്ല. പിന്നെ ഇല്ലാത്ത 2 കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. വയർലെസ് ചാർജിംഗ് ഇല്ല, അത് എല്ലാവർക്കും വലിയൊരു അത്യാവശ്യമുള്ളൊരു കാര്യമല്ല. 30,000 പ്രൈസ് റേഞ്ചിലുള്ള ഫോണിൽ അങ്ങനെ അധികം വരാറുമില്ല വയർലെസ് ചാർജിംഗ്. അതുപോലെ ഈ സിം സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്തില്ല. അപ്പോൾ എടുത്ത് അരിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ 3 കുറവുകൾ: ടെലിഫോട്ടോ ഇല്ല, വയർലെസ് ഇല്ല, ഈ സിം ഇല്ല. ബാക്കിയെല്ലാം ഈ ഒരു ഫോണിന്റെ നേട്ടങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ട് 35,000 പ്രൈസ് റേഞ്ചിൽ നിന്ന് 40,000 രൂപ വരെ കൂടി നിന്നു. അപ്പോൾ 40,000 നിന്നാണ് ഇപ്പോൾ നേരെ ഒരു 30,000 ആ പ്രൈസ് റേഞ്ചിലേക്ക് 10,000 രൂപയോളം കുറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അണ്ടർ 30,000 നിങ്ങൾ ഒരു ഫോൺ നോക്കുന്നെങ്കിൽ, റിയൽമി എന്ന് പറയുന്ന ബ്രാൻഡ് ഇഷ്ടമാണെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, ആരെയും നിർബന്ധിക്കുന്നില്ല.